blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് MV ജോർജിനും സിൽവി ജോർജിനുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. കർത്താവെ, കുടുംബത്തിൻ്റെ മേൽ അങ്ങ് പകരുന്ന സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ, എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യം അവരുടെ മേൽ കർത്താവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ കർത്താവ്, മൂത്ത മകൾ മറിയയ്ക്കും ഭർത്താവ് സുനിലിനുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ നൈസയ്ക്കും മേവിനും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിയണമേ, ബിസിനസ്സിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകൾ സാറയ്ക്കും ഭർത്താവ് നിഖിലിനും മകൻ റൂവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നിഖിലിന് നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇളയ മകൾ റേച്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. അങ്ങയുടെ നാമത്തിൽ ഒരു വലിയ അനുഗ്രഹം ആ മകളുടെ മേൽ ഞങ്ങൾ പകരുന്നു. 12th സ്റ്റാൻഡേർഡ് നല്ലൊരു റിസൾട്ട് ലഭിക്കുവാനും വളരെ നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മുഴു കുടുംബത്തെയും നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോർജ് ആൻഡ് സിൽവി. അതുപോലെ തന്നെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ റേച്ചൽ. And thank you so much for sponsoring today's episode. Verse 2. When they see the purity and irreverence of your lives, your beauty should not come from outward adornment such as elaborate hairstyle and the wearing of gold jewelry or fine clothes. നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും ആദരവും കണ്ട് അവർ ചേർന്ന് വരും. നിങ്ങളുടെ അലങ്കാരം പിന്നിയ മുടി, സ്വർണ്ണാഭരണം, വിശേഷ വസ്ത്രം എന്നിങ്ങനെ പുറമേയുള്ളതായിരിക്കരുത്. Peter is saying your inward beauty should be better than your outward beauty. നിങ്ങളുടെ പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കണം നിങ്ങളുടെ അകത്തുള്ള സൗന്ദര്യം. Don't give all your focus on the outward adornment. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പുറമേയുള്ള അലങ്കാരത്തിൽ ആയിരിക്കരുത്. Hello. Instead, give or beautify your inner being. അതിനു പകരം നിങ്ങളുടെ അകത്തെ വ്യക്തിത്വത്തിന് സൗന്ദര്യം കൂട്ടുക. Hallelujah. Number 4, rather it should be that of your inner self, the unfading beauty of a gentle and quiet spirit which is of great worth in God's sight. പിന്നെയോ സൗമ്യവും പ്രശാന്തവുമായ ആത്മാവെന്ന അനശ്വര സൗന്ദര്യത്തോടു കൂടിയ ആന്തരിക വ്യക്തിത്വം ആയിരിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. Hallelujah. So what is your jewelry? എന്താണ് പകരമുള്ള നിങ്ങൾക്കുള്ള ആഭരണങ്ങൾ? The jewelry of the inner man is a gentle and quiet spirit. ഒരു വ്യക്തിയുടെ അകത്തുള്ള സൗന്ദര്യം എന്നുള്ളത് സൗമ്യവും പ്രശാന്തവുമായ ആത്മാവാണ്. Verse number 5, for this is the way the holy women of the past who put their hope in God used to adorn themselves. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന മുൻകാലങ്ങളിലെ വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിക്കൊണ്ട് ഈ വിധത്തിലായിരുന്നു തങ്ങളെ തന്നെ അലങ്കരിച്ചിരുന്നത്. Like Sarah.
who obeyed Abraham and called him her Lord. You are her daughters if you do what is right and do not give way to fear. അങ്ങനെ സാറായും അബ്രഹാമിനെ നാഥനെന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നു. നിങ്ങൾ നന്മ ചെയ്യുകയും ഒന്നിലും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ അവളുടെ പുത്രിമാർ ആയിരിക്കും. Peter is giving 7 qualities of a godly wife here. ഇവിടെ പത്രോസ് ദൈവികമായ ഭാര്യമാർക്കുള്ള 7 ഗുണവിശേഷങ്ങളെ കുറിച്ച് പറയുന്നു. Number 1, submission and obedience to the husband. ഒന്നാമത്തേത് ഭർത്താക്കന്മാരോടുള്ള വിധേയത്വവും അനുസരണവും. Number 2, purity of behavior. രണ്ടാമത് പെരുമാറ്റത്തിലെ വിശുദ്ധി. Number 3, deep respect to the husband. ഭർത്താവിനോടുള്ള ആഴത്തിലുള്ള ബഹുമാനം. Deep respect. ആഴത്തിലുള്ള ബഹുമാനം. Number 4, adorning the inner being more than the physical body. നാലാമത്തേത് പുറമേ ഉള്ള കാര്യങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതിനേക്കാൾ അകത്തുള്ള വ്യക്തിത്വത്തിന് കൂടുതൽ ഭംഗി നൽകുക. Number 5, hope in God. അഞ്ചാമത്തേത് ദൈവത്തിലുള്ള പ്രത്യാശ. Everybody say hope. എല്ലാവരും പറയുക പ്രത്യാശ. Hallelujah. ഹല്ലേലൂയ. Number 6, doing what is right. 6, ശരിയായ കാര്യങ്ങൾ ചെയ്യുക. Doing whatever is right before the Lord. കർത്താവിന്റെ മുൻപിൽ നീതിയായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ചെയ്യുക. And the 7th one is overcoming fear by being faithful. 7ാമത്തെ കാര്യം ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുന്നതിലൂടെ ഭയത്തെ അതിജീവിക്കുക. So Peter says Sarah was like that. പത്രോസ് പറയുന്നു സാറ അങ്ങനെയുള്ളവളായിരുന്നു. There were many holy women of the past. കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി വിശുദ്ധ സ്ത്രീകളുണ്ടായിരുന്നു. And Sarah is an excellent example. അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകയാണ് സാറ. Sarah was fully submitted and she was obedient to her husband Abraham. സാറ അവളുടെ ഭർത്താവായ അബ്രഹാമിന് പൂർണ്ണമായി വിധേയപ്പെട്ടിരിക്കുകയും അനുസരണമുള്ളവളായിരിക്കുകയും She ചെയ്തു. publicly and privately obeyed and she was submitted to her husband. അവൾ അവളുടെ ഭർത്താവായ അബ്രഹാമിനോട് എല്ലാവരുടെയും മുൻപിലും അവരുടെ സ്വകാര്യ ജീവിതത്തിലും വിധേയത്വമുള്ളവളായിരുന്നു. 2 things are mentioned here. One is obedience and the other is submission. ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. 1 അനുസരണം, 2 വിധേയത്വം. What is obedience? എന്താണ് അനുസരണം? Obedience is expressed in action. അനുസരണം എന്നുള്ളത് പ്രവൃത്തിയിലൂടെ കാണിക്കുന്നതാണ്. But submission is in the attitude. എന്നാൽ വിധേയത്വം എന്നുള്ളത് നമ്മുടെ അകത്തെ മനോഭാവമാണ്. എല്ലാവരും പറഞ്ഞ മനോഭാവം. മനോഭാവം. Hallelujah. So obedience is in action. അനുസരണം പ്രവൃത്തിയിലാണ്. Submission is in the attitude. വിധേയത്വം നമ്മുടെ മനോഭാവത്തിലാണ്. That means in the heart all wives should have a submissive attitude. അതിന്റെ അർത്ഥം എല്ലാ ഭാര്യമാർക്കും അവരുടെ ഹൃദയത്തിൽ വിധേയപ്പെട്ടിരിക്കുന്ന മനോഭാവം വേണം. How many of you understand what I'm saying? ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? That's why Sarah was submitted and she was obedient to her husband publicly and privately. അങ്ങനെയായിരുന്നു സാറ അബ്രഹാമിനോട് എല്ലാവരുടെയും മുൻപിലും അവരുടെ സ്വകാര്യ ജീവിതത്തിലും വളരെ വിധേയപ്പെട്ടുകൊണ്ടിരുന്നത്. She honored her husband. അവൾ അവളുടെ ഭർത്താവിനെ ബഹുമാനിച്ചു. She expressed deep respect towards her husband. അവനോട് ഏറ്റവും ആഴത്തിലുള്ള ബഹുമാനം അവൾ വെളിപ്പെടുത്തി. She called Abraham her Lord or her master. അവൾ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചിരുന്നു. That means she honored her husband verbally. അതുകൊണ്ട് അതിന്റെ അർത്ഥം അവൾ വാക്കുകൾ കൊണ്ടും അവളുടെ ഭർത്താവിനെ ബഹുമാനിച്ചു. Then Peter says she led a holy life. പിന്നീട് പത്രോസ് പറയുന്നു അവൾ ഒരു വിശുദ്ധ ജീവിതം നയിച്ചു. Hallelujah. Mothers, look at me. അമ്മമാരെ എന്നെ നോക്കുക. Wives, look at me. ഭാര്യമാരെ എന്നെ നോക്കുക. You can bring holiness into your homes if you obey the Lord. നിങ്ങൾ കർത്താവിനെ അനുസരിച്ചാൽ ദൈവിക വിശുദ്ധിയെ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയും. Because of you, your husband will be sanctified. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും. Because of you, your children will be sanctified. നിങ്ങൾ കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. I request all wives and mothers to be holiness carriers in your homes. എല്ലാ ഭാര്യമാരും മാതാക്കളും ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ദൈവിക വിശുദ്ധിയെ കൊണ്ടുവരുന്നവരായിരിക്കണം. Hallelujah. Hallelujah. You should bring holiness to your home. നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ ദൈവിക വിശുദ്ധിയെ കൊണ്ടുവരണം. Sarah was like that. സാറ അങ്ങനെയുള്ളവളായിരുന്നു. Hallelujah. Hallelujah. So many women were living an unholy life in her days. അവളുടെ കാലഘട്ടങ്ങളിൽ ഒത്തിരി സ്ത്രീകൾ അശുദ്ധമായ രീതിയിൽ ജീവിക്കുന്നവരായിരുന്നു.
but she lived a holy life. പക്ഷെ അവൾ ഒരു വിശുദ്ധ ജീവിതം നയിച്ചു. She lived a pure life. അവൾ ഒരു നിർമ്മല ജീവിതം നയിച്ചു. Hallelujah. Hallelujah. And remember one more thing. ഒരു കാര്യം കൂടി ഓർക്കുക. Sarah was very, very beautiful. സാറ physically. ശാരീരികമായി അതിസൗന്ദര്യമുള്ളവളായിരുന്നു. The Bible says so. വചനം അങ്ങനെ തന്നെ പറയുന്നു. Even some traditions, if you read, ചില യഹൂദ പാരമ്പര്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ it says, when Sarah was standing somewhere and if other women were around her, other women felt like monkeys before her. That beautiful was Sarah. യഹൂദന്മാരുടെ ചില പാരമ്പര്യ കൃതികളിൽ ഇങ്ങനെയാണ് പറയുന്നത്, സാറ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവളുടെ ചുറ്റും ഒരു പറ്റം സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് സാറയെ കാണുമ്പോൾ അവരെ തന്നെ കുരങ്ങന്മാരെ പോലെ തോന്നുമായിരുന്നു പറഞ്ഞ അത്രയും സൗന്ദര്യമുള്ളവളായിരുന്നു സാറ. And she was so wealthy. മാത്രമല്ല അവൾ വളരെ സമ്പന്നയായിരുന്നു. Genesis 24:35 says, ഉൽപ്പത്തി പുസ്തകം 24:35 പറയുന്നു, God had blessed Abraham and Sarah with gold, silver, livestock and properties. ദൈവം അബ്രഹാമിനെയും സാറയും സ്വർണം, വെള്ളി, കന്നുകാലികൾ എല്ലാം കൊണ്ടും അധികമായി അനുഗ്രഹിച്ചിരുന്നു. Hallelujah. Hallelujah. So she was beautiful. അവൾ സൗന്ദര്യവതിയായിരുന്നു. And she was wealthy. അവൾ സമ്പന്നയായിരുന്നു. But still she gave all importance to her inner beauty. എന്നാൽ പോലും എന്നിരുന്നിട്ടും അവൾ എല്ലാ പ്രാധാന്യവും കൊടുത്തുള്ളത് അവളുടെ അകത്തെ സൗന്ദര്യത്തിനായിരുന്നു. What were the jewelry she adorned herself with? എന്ത് തരത്തിലുള്ള ആഭരണങ്ങൾ കൊണ്ടാണ് അവൾ അവളെ തന്നെ അലങ്കരിച്ചിരുന്നത്? Meekness and quietness. ശാന്തതയും സൗമ്യതയും. Two precious jewelry. രണ്ട് വിലപ്പെട്ട ആഭരണങ്ങൾ. The Bible says she had a gentle and quiet spirit. വചനം പറയുന്നു അവൾക്ക് ശാന്തവും സൗമ്യവുമായ ആത്മാവുള്ളവളായിരുന്നു. Colossians chapter 3 verse number 12. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വചനം. Adorn yourself or put on the cloth of gentleness. സൗമ്യത. Hallelujah. Hallelujah. That was one jewelry. അത് ഒരു ആഭരണമാണ്. Meekness, quietness. സൗമ്യത എന്നുള്ളത് Some ശാന്തത. women are generally or by nature they are quiet and silent. ചില സ്ത്രീകൾ അവർ പൊതുവെ ജന്മനാ തന്നെ അവർ വളരെ ശാന്തരും ശാന്തപ്രകൃതരാണ്. Some are not like that. ചിലവർ അങ്ങനെയല്ല. So what shall I do? ഞാൻ എന്ത് ചെയ്യും? There is remedy. അതിന് പരിഹാരമുണ്ട്. Galatians chapter 5 verse number 22. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനം. You have the fruit of the Holy Spirit available from him. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലം നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാണ്. Hallelujah. Hallelujah. And one of the fruit is gentleness. അതിൽ ഒരു ഫലം എന്നുള്ളത് സൗമ്യതയാണ്. Hallelujah. Hallelujah. So if you are lacking gentleness or quietness of spirit, ask the Lord. He will give you by his Holy Spirit meekness and quietness and gentleness in your character. നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ശാന്ത സ്വഭാവം സൗമ്യമായ സ്വഭാവം കുറവുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഫലമായ സൗമ്യത അവൻ ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകും. സഹോദരൻ്റെ പേര് റോബിൻ, ഈ സഹോദരി അനു, ഇവരുടെ അമ്മയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കുഞ്ഞിന് 3 മാസം ഈ സഹോദരി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവര് ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോയി. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വെച്ചാല് കുഞ്ഞിന് വളർച്ചയില്ല. ജസ്റ്റ് ഒരു ഭ്രൂണം പോലും, ഒരു മാംസപിണ്ഡം പോലും മാത്രമേ ഉള്ളൂ, ഹാർട്ട് ബീറ്റ് പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഡോക്ടർക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു 15 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് വീണ്ടും സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 15 ദിവസം കഴിഞ്ഞ് വന്ന് സ്കാൻ ചെയ്ത സമയത്ത് ജസ്റ്റ് ഹാർട്ട് ബീറ്റ് തുടങ്ങിയിരുന്നു. ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ പ്രഗ്നൻസി പീരീഡിൽ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന ചില സിംറ്റംസ് ഒക്കെ ഈ സഹോദരിക്കുണ്ടായി. വോമിറ്റിങ്, അതുപോലെ പ്രഷർ, ശരീരം നീര് വെച്ച് വീർക്കാനും തുടങ്ങി. അങ്ങനെ 5-ാം മാസമെത്തി. 2ാമത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടിട്ട് കുഞ്ഞിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞിന്റെ ശരീരത്തിന് വളർച്ചയില്ല, ഹാർട്ട് ബീറ്റ് മാത്രമേ ഉള്ളൂ, തല ശരിയായിട്ടില്ല, കൈ ശരിയായിട്ടില്ല, കാല് ശരിയായിട്ടില്ല, അങ്ങനെ ഓരോന്നും 5-ാമത്തെ മാസം ഓരോന്നും പറഞ്ഞ് ഇവരെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴേക്കും അമ്മ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. ഇവര് എവിടെ നിന്നാണ് വരുന്നത്? കൂത്താട്ടുകുളത്ത്. അമ്മ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, മോനെ ദിവസവും രാവിലെ 7 മണിക്കുള്ള ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ
ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കും. ഇവർ ഒരുമിച്ചാണോ താമസിക്കുന്നത്? അതെ, റൈറ്റ്. ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കും. നമുക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. കർത്താവ് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. അമ്മ ബലപ്പെടുത്തി. അങ്ങനെ റോബിൻ അതിനുശേഷമായിരുന്നു ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ആദ്യമായിട്ട് കണ്ടിരുന്നതും. അങ്ങനെ ദിവസവും ഈ പ്രോഗ്രാം കാണാൻ തുടങ്ങി. റോബിന് വിശ്വാസം വർദ്ധിച്ചു. റോബിൻ 7-ാം മാസം ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം സഹോദരിയുടെ ശരീരം നീര് വെച്ച് വീർക്കുന്നു, രണ്ടുപേരും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും, വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, ഉടനെ സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്ത് എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. പക്ഷെ റോബിൻ പറഞ്ഞു, എങ്ങനെയൊക്കെ ആയാലും എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, ഞങ്ങളുടെ കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത്രയ്ക്കും റോബിന് വിശ്വാസം വർദ്ധിച്ചിരുന്നു. 8-ാം മാസമായപ്പോൾ വീണ്ടും സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന്റെ തലയ്ക്ക് പോലും വളർച്ചയില്ല. 8-ാം മാസത്തിലും തലയ്ക്ക് വളർച്ചയില്ല. ഡോക്ടർ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരുന്നാൽ അമ്മ നഷ്ടപ്പെടും, കുഞ്ഞ് ഓൾറെഡി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, അമ്മ നഷ്ടപ്പെട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും അവര് പറഞ്ഞു ഇവിടെ ഇനി ചികിത്സിക്കാൻ പറ്റത്തില്ല, ഹോസ്പിറ്റൽ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോഴത്തേക്ക് ഏതാണ്ട് 9-ാം മാസത്തോക്ക് അടുത്തിരുന്നു. ഈ സഹോദരിയുടെ ശരീരമാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലായി. ഇവിടെ വന്ന് പിറ്റേ ദിവസം പ്രസവിക്കാനുള്ള മെഡിസിൻ എല്ലാം സഹോദരിക്ക് കൊടുത്തു. യാതൊരു വിധ ഇതൊന്നും കാണുന്നില്ല. ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്യാന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഇവർ ചെയ്തെന്ന് വെച്ചാൽ പല ദിവസങ്ങളിലും ഇവിടെ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ നിന്ന് ആശ്വാസ വാക്കുകൾ പറയുകയും വാഗ്ദത്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഏറ്റെടുത്ത് ഇവർ വിശ്വസിച്ചു. അത്ഭുതം എന്നുള്ളത്, സർജറി കഴിഞ്ഞ് പുറത്ത് കുഞ്ഞിനെ എടുത്തപ്പോൾ എല്ലാം നോർമലായിരുന്നു. തലയില്ല, കൈയില്ല, കാലില്ല എന്ന് പറഞ്ഞത് എല്ലാം മാറി. വളരെ നോർമലായിട്ട് തലയിൽ നല്ല മുടിയുണ്ടായിരുന്നു, നല്ല സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. പിറ്റേ ദിവസം ഈ സഹോദരി ശരീരം ചൊട്ടാൻ തുടങ്ങി. എല്ലാം നോർമലായി, വളരെ നോർമൽ ആയിട്ട് ഒരു ഡെലിവറി നടന്നു. പ്രൈസ് ഗോഡ്. കൈകളെ ഉയർത്തി ഈ അത്ഭുതത്തിനായി നന്ദി പറഞ്ഞാൽ, കർത്താവെ, ചാവുള്ള ജനിക്കാതെ വിരൂപമായ വളർച്ചയില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാതെ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള നല്ലൊരു കുഞ്ഞിനെ കർത്താവെ നീ കൊടുത്ത ഈ നന്മയ്ക്കായി നന്ദി. കർത്താവെ, അമ്മയും കുഞ്ഞിനെയും ജീവനോട് നീ വെച്ചതിനാൽ നന്ദി. അവരുടെ വിശ്വാസത്തെ മാനിച്ചതിനാൽ നന്ദി പറയുന്നു. എന്നാൽ കർത്താവെ, ഈ സാക്ഷ്യം ഞങ്ങൾ കേട്ടു. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? ലോകം എമ്പാടും വിഷമസന്ധിയിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവെ, നിൻ്റെ അത്ഭുതം ഇപ്പോൾ കർത്താവെ നീ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് കർത്താവ് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ റിലീസ് ചെയ്തതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പ്രാർത്ഥനയുടെ ഫലമായി നൽകിയ ഈ ബേബികൾ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. വിശ്വാസം പകർന്ന അമ്മയെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജീസസ് നെയിം, ആമേൻ. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വരുന്ന ആരെയും കർത്താവ് തള്ളിക്കളയില്ല. 65-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, എല്ലാവരും നിൻ്റെ അടുക്കലേക്ക് വരുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒത്തിരി വർഷങ്ങളായി അലർജിയുടെ പ്രയാസം അനുഭവിക്കുന്ന വിവിധ രീതിയിലുള്ള അലർജികൾ, അതിനാൽ അസ്വസ്ഥതയോടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ചിലരെ കർത്താവ് അത്ഭുതകരമായി ഇന്ന് സൗഖ്യമാക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ. പ്രത്യേകിച്ച് ഡെയ്സി എന്ന പേരുള്ളൊരു സഹോദരിയെ അലർജി രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായൊരു സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ചില വിചാരിക്കും ഡെയ്സിയെ മാത്രമാണ് സൗഖ്യമോ, അങ്ങനെയല്ല. ചേർന്ന് വിശ്വസിക്കുക. കർത്താവ് മുഖപക്ഷമുള്ള ദൈവമല്ല, നമ്മുടെ സമയം പരിമിതമാണ്. മാത്രമല്ല ദൈവം വെളിപ്പെടുത്തുന്നതും വളരെ പരിമിതമായിട്ടുള്ള, പക്ഷേ ജനറലി എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ TB ക്ഷയരോഗം സൗഖ്യമാകട്ടെ. ചില സഹോദരിമാരിലുള്ള അനാവശ്യമായ ബ്ലീഡിങ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. താങ്ക് യു ഫാദർ. ആ ശരീരങ്ങളിൽ വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. HIV പോസിറ്റീവായത് ഇപ്പോൾ കർത്താവിൻ്റെ അത്ഭുതത്താൽ, യേശു കർത്താവിൻ്റെ ശക്തിയാൽ ഒരു വലിയ സൗഖ്യം ആ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ. നട്ടെല്ലിൽ ക്യാൻസർ ബാധിച്ചൊരു വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതോടൊപ്പം നട്ടെല്ലിന് വിവിധ രീതിയിലുള്ള തകരാറുകൾ, പ്രത്യേകിച്ച് ഡിസ്കുകൾ അകന്നു പോവുക, അടുത്തു പോവുക, അതിൻ്റെ കംപ്രഷൻ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കട്ടിൽ കിടന്നുകൊണ്ട് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന അത്ഭുതകരമായി ആ കട്ടിലേക്ക് ദൈവസാന്നിധ്യവും ദൈവശക്തിയും ഇറങ്ങി ഒരു വലിയ വിടുതലുണ്ടാകട്ടെ. ആ ശരീരത്തിലൊരു വല്ലാത്തൊരു വിറയൽ പോലെ തോന്നുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ആ ശരീരത്തിൽ പ്രവർത്തിച്ച് അത്ഭുതകരമായൊരു സൗഖ്യം കർത്താവ് ഇപ്പോൾ നൽകുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള വിടുതൽ എന്താണോ അത് യേശുവിനോട് പറയുക, വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവെ, വിടുതൽ തന്നാൽ ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തും, ഞാൻ അങ്ങയുടെ സാക്ഷിയാകും എന്ന ഉള്ളിൽ തീരുമാനിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. പ്രോപ്പർട്ടി സംബന്ധമായ പ്രശ്നങ്ങളും വഴക്കുകളും നടക്കുന്ന ഭവനങ്ങളിൽ ഒരു വലിയ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന ഞാൻ കാണുന്നു. ജോലിയിലൊരു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരുമുണ്ട്. കർത്താവ് ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്നു. നാളുകളായി തടയപ്പെട്ടിരിക്കുന്ന നന്മകൾ ചിലർക്ക് വേണ്ടി കർത്താവ് തടസ്സങ്ങളെ മാറ്റി തുറന്നു തരുന്ന ഞാൻ കാണുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങയുടെ നാമം ഇതിലൂടെ എല്ലാം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വെള്ളിയാഴ്ച ചെന്നൈയിലും ശനിയാഴ്ച ബാംഗ്ലൂരിലും നടക്കുകയാണ്. എല്ലാവരെയും ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വരണം, അനുഗ്രഹങ്ങളാൽ നിറയണം. മാത്രമല്ല, ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഈ എപ്പിസോഡുകളിലൂടെ എന്ത് ചെയ്യുന്നു എന്നറിയുവാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. സോ പ്ലീസ് ഡു കം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ കർത്താവ് തീർച്ചയായും നിങ്ങളെ നിറയ്ക്കും. ഇന്ന് നിങ്ങളെ 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റിലീസ് ചെയ്യപ്പെട്ട അനന്ത സ്നേഹത്തിൻ്റെ കഥ എന്ന പുസ്തകമാണ്. ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ബ്ലെസ്സിങ് ടുഡേ. യേശുവിനെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞിട്ടില്ലാത്ത, യഥാർത്ഥമായ യേശുവിൻ്റെ രക്ഷ ആസ്വദിച്ചിട്ടില്ലാത്തവർ മാത്രം ഇതിനു വേണ്ടി വിളിക്കുക. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു കത്തിലൂടെയോ അറിയിച്ചാൽ ഇത് തികച്ചും ഒരു ഗിഫ്റ്റായി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം മറ്റൊരു പുസ്തകം കൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ആദ്യത്തെ പുസ്തകമാണ് ആശിഷമാരി. ഇത് ഒരു സാഹിത്യ രചനയാണ്. അപ്പോൾ തന്നെ അതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ ദൈവവചന സന്ദേശങ്ങളാണ്. താര എന്ന പേരുള്ളൊരു പെൺകുട്ടിയുടെ കഥയിലൂടെ ദൈവവചനം സരളമായ ഭാഷയിൽ പഠിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. കോപ്പികൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാം. തപാൽ മാർഗമോ അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ, ബ്ലെസ്സിങ് സെൻറ്ററുകൾ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇത് കരസ്ഥമാക്കാവുന്നതാണ്. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് പറയുക, അവരോട് ഇത് പങ്കുവയ്ക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. നാളത്തെ എപ്പിസോഡ് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണ്. ഇറ്റ് വിൽ ബി എ മിറക്കിൾസ് ടുഡേ സ്പെഷ്യൽ എപ്പിസോഡ്.
പലരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത കോരിത്തരിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഒരെണ്ണമൊക്കെ വെച്ച് നമ്മൾ കേൾക്കാം. പക്ഷെ നാളെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: തലമുടി കരുവേലകത്തിൽ കുടുങ്ങി തൂങ്ങിക്കിടന്ന വ്യക്തി. ഹൂസ് ഹെഡ് വാസ് ഹാങ്ഡ് ഓൺ ഓക്ക് ട്രീ? ഓപ്ഷൻസ്: എ ദാവീദ്, ബി യോവാബ്, സി അബിഷായ്, ഡി അബ്ശാലോം. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്.